ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തിന്, നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ വരെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഫലമാണ്. ഇന്നും സയൻറ്റിസ്റ്റുകൾ പുതുതായി വല്ലതും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനവർ പല പരീക്ഷണങ്ങൾ നടത്താറുമുണ്ട്. ചിലത് സക്സസ് ആവുകയും ചിലത് ഫെയിൽ ആവുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത വിചിത്രമായ ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ ദ ഇൻട്രോ ആൻഡ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, മോസ്കിറ്റോ ബൈറ്റ്. ഒരു തവണയെങ്കിലും കൊതുകിൻ്റെ കടി ഏൽക്കാത്ത മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചു കാണും, എങ്ങനെയാണ് സയൻറ്റിസ്റ്റുകൾക്ക് വിഷമുള്ള ജീവികളെ കണ്ടെത്താൻ കഴിയുന്നത് എന്ന്. അമേരിക്കയിലെ ഫേമസ് എൻഡമോളജിസ്റ്റായ ജസ്റ്റിൻ സ്കെയ്മിഡ് ഒരുപാട് ഇൻസെക്റ്റുകളെ കൊണ്ട് തൻ്റെ ശരീരത്തിൽ കടിപ്പിച്ചിരുന്നു, അതും 1000-ൽ കൂടുതൽ തവണ. അതുകൂടാതെ ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റായ പെർറൺ റോസും ഇതുപോലെ ഒരു പരീക്ഷണം ചെയ്തിരുന്നു. തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശത്തോടെ ഇദ്ദേഹം പോൾബാച്ച എന്ന ബാക്ടീരിയയെ കൊതുകുകളുടെ ശരീരത്തിൽ അവതരിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കൊതുകുകളെ അപകടകാരിയായ ഡെങ്കിപ്പനിയുടെ വാഹകരാക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം അദ്ദേഹം ചെയ്തത്. എന്നിട്ട് ഇത്തരത്തിലുള്ള കൊതുകുകളെ ഒരുപാട് തവണ തൻ്റെ കയ്യിൽ കടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കടിച്ച കൊതുകുകളിൽ ഒന്നിന് പോലും ഡെങ്കു ക്യാരി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും 5000 കൊതുകുകൾ ഒരുമിച്ച് കടിക്കുന്നത് പലതരം സൈഡ് എഫക്റ്റിന് കാരണമായേക്കാം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണം വിജയം കണ്ടു, പക്ഷേ ഒരുപാട് റിസ്ക് എടുത്തു എന്ന് മാത്രം. നമ്പർ 9, മ്യൂസിക് തെറാപ്പി. ഏത് വിഷമഘട്ടത്തിലാണെങ്കിലും സംഗീതം കേട്ടാൽ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പ്രാണികൾക്കും വരെ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ മനുഷ്യരുടെ പോലെയല്ല എന്ന് മാത്രം. ഈ ഒരു വീഡിയോയിൽ മുഴുവനായും നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സാധ്യതയില്ല. പക്ഷേ സംഗീതം മനുഷ്യരെ മാത്രമല്ല പ്രാണികളെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അമേരിക്കൻ സയൻറ്റിസ്റ്റുകളുടെ മനസ്സിൽ ഈ ഐഡിയ വന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അറിയാതെ സംഭവിച്ചതാണെന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് കൊതുകുകൾ മ്യൂസിക് കേൾക്കുമ്പോൾ റിയാക്ട് ചെയ്യുക എന്നായിരുന്നു അവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇതിൻ്റെ റിസൾട്ട് കണ്ട് ശരിക്കും സയൻറ്റിസ്റ്റുകൾ അത്ഭുതപ്പെട്ടു. മ്യൂസിക് കേട്ട കൊതുകുകൾ ഇണചേരുന്നതും രക്തം കുടിക്കുന്നതും വളരെ കുറവായിരുന്നു. എന്നാൽ എല്ലാ മ്യൂസിക്കുകൾക്കും കൊതുകുകൾ റിയാക്ട് ചെയ്യാറില്ല, ലോ ഫ്രീക്വൻസി മ്യൂസിക്കുകൾക്ക് മാത്രം. നമ്പർ 8, ദ ബ്യൂട്ടി ഓഫ് ഇമോഷൻ. പല കാരണം കൊണ്ടും മനുഷ്യൻ കരയാറുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും വേദനിച്ചാലും എല്ലാം നമ്മൾ കരയും. എന്നാൽ എല്ലാ സമയത്തും നമ്മുടെ കണ്ണുനീർ ഒരുപോലെയാണോ കാണപ്പെടുക? കുറച്ച് ഉപ്പുരസമുള്ള വെള്ളം, അതാണ് കണ്ണുനീരിനെ കുറിച്ച് നമുക്ക് ആകെ അറിയാവുന്ന കാര്യം. എന്നാൽ ഓരോ സമയത്ത് വരുന്ന കണ്ണുനീരും വളരെ വ്യത്യാസമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡച്ച് ആർട്ടിസ്റ്റായ മോറിസ് വിക്ചർ എങ്ങനെയാണ് മൈക്രോസ്കോപ്പിൽ മനുഷ്യൻ്റെ കണ്ണുനീർ കാണുക എന്ന് പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് തവണ അദ്ദേഹം ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് വളരെ സർപ്രൈസിംഗ് ആയിരുന്നു. ഓരോ സമയത്ത് വരുന്ന കണ്ണുനീരും പലതരത്തിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. നമ്പർ 7, മൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്. നമ്മളിൽ ഒരുപാട് പേരുടെ ശീലമാണ് കൈവിരലുകളുടെ നക്കിൾസ് ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്നത്. മനസ്സിലാക്കി പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പൊട്ടിക്കുന്നത്. എന്നാൽ ചിലരെല്ലാം അതിനെ എതിർക്കാറുണ്ട്. അങ്ങനെ ചെയ്താൽ ആർത്തറിറ്റീസ് ഉണ്ടാവും എന്നാണ് അവർ പറയാറ്. ചെറുപ്പം മുതലേ അങ്ങനെ സംഭവിക്കുമോ എന്ന സംശയമുള്ള വ്യക്തിയായിരുന്നു ഡൊണാൾഡ് വെങ്കർ. ഇത് സത്യമാണോ എന്നറിയാൻ അദ്ദേഹം തൻ്റെ വലത് കൈകളുടെ വിരലുകൾ ക്രാക്ക് ചെയ്യുകയും ഇടത് കൈയിലെ വിരലുകൾ ക്രാക്ക് ചെയ്യാതിരിക്കുകയും ചെയ്തു. ഏകദേശം 60 വർഷത്തോളം ഇദ്ദേഹം അത് തുടർന്നു. എന്നാൽ അതിനുശേഷവും തൻ്റെ കൈകൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത്രയും എഫേർട്ട് എടുത്തതിന് അദ്ദേഹത്തിന് ഇഗ് നോബൽ അവാർഡും ലഭിച്ചിരുന്നു. നമ്പർ 6, റോബോട്ടിക് പാക്ട്. ഒരുപക്ഷെ ഒരു 100 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലോകം റോബോട്ടുകളെ കൊണ്ട് നിറയുമായിരിക്കും. ഇന്ന് തന്നെ പല കാര്യങ്ങൾക്കും മനുഷ്യൻ മെഷീനിൻ്റെ സഹായമാണ് തേടുന്നത്. എന്നാൽ നാം വളർത്തുന്ന പെറ്റുകളും റോബോട്ടുകളാണെങ്കിലോ? നമ്മുടെ സാധാരണ പെറ്റുകളെ പോലെ അവർക്ക് അസുഖം വരികയോ ചാവുകയോ ഒന്നും തന്നെയില്ല. എന്നാൽ 100 വർഷം കഴിയേണ്ട ആനിമൽ റോബോട്ട്സ് ഓൾറെഡി ജപ്പാനിൽ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് വിപണിയിൽ ഇറക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് മൃഗങ്ങൾ അതിനോട് റിയാക്ട് ചെയ്യുക എന്ന് സയൻറ്റിസ്റ്റുകൾ പരീക്ഷിച്ചു നോക്കി. ആദ്യം വളരെ അഗ്രസീവായിട്ടാണ് നായ്ക്കൾ റോബോട്ടിനോട് പെരുമാറിയത്.
എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞതോടെ അവർ ഫ്രണ്ട്സായി മാറുകയും ചെയ്തു. ഓരോരോ പരീക്ഷണങ്ങളെ. നമ്പർ 6 ആർട്ട് ലവേഴ്സ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും പ്രാവുകൾ ശരിക്കും ഒരു ചാരന്മാരാണെന്ന്. കാരണം മുൻകാലങ്ങളിൽ പ്രാവുകളെ ദൂതയക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ പ്രാവുകൾ മറ്റു പക്ഷികളെക്കാളും ഒത്തിരി മിടുക്കന്മാരാണ്. സ്വന്തം പിക്ചേഴ്സ് കണ്ടാൽ തന്നെ അവർക്കത് മനസ്സിലാവും. കുറച്ച് സയൻറ്റിസ്റ്റുകൾ ഒരിക്കൽ ഒരു കൂട്ടം പക്ഷികളെ വെച്ച് ഒരു പരീക്ഷണം നടത്തി. വ്യത്യസ്തമായ പെയിൻറ്റിംഗ് സ്ലൈഡുകൾ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഫേമസ് ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രവും സാധാരണ മനുഷ്യർ വരച്ച ചിത്രവുമാണ് ഇത്തരത്തിൽ അവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. എന്നാൽ പ്രാവുകൾ നല്ല ചിത്രം ഏതാണെന്നും മോശം ചിത്രം ഏതാണെന്നും കൃത്യമായി പ്രവചിക്കുകയായിരുന്നു. നമ്പർ 4 റൗണ്ട് ദ വേൾഡ് ട്രിപ്പ്. 1992 ജനുവരി 10 പസഫിക് സമുദ്രത്തിലെ ജലത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു. ആ സമയത്താണ് ഒരു ചൈനീസ് കപ്പൽ ഹോങ്കോങ്ങിൽ നിന്നും അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത്. പെട്ടെന്ന് കപ്പലിന് ഇടിമിന്നലേൽക്കുകയും കപ്പൽ തകരുകയും ചെയ്തു. ആ കപ്പലിലാവട്ടെ ഏകദേശം 20,000 മുകളിൽ ബാത്ത് ഡക്സ് ഉണ്ടായിരുന്നു. ഈ റബ്ബർ താറാവുകളാവട്ടെ വർഷങ്ങളോളം കടലിൽ കറങ്ങി നടന്നു. കുറച്ചൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും കരയിൽ വന്നടിയുകയും ചെയ്തു. ഈ ഒരു സംഭവം കാരണം സയൻറ്റിസ്റ്റുകൾക്ക് കടലിൻ്റെ അണ്ടർ വാട്ടർ കറൻസിനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. അപകടം സംഭവിച്ചതാണെങ്കിലും വലിയ ഒരു എക്സ്പെരിമെൻറ്റിന് അത് കാരണമായി. നമ്പർ 3 പെർഫെക്റ്റ് മെമ്മറി. ഒരു തവണ കണ്ട മനുഷ്യരെ തിരിച്ചറിയുമോ എന്ന് അറിയാൻ വേണ്ടി കാക്കകളിൽ നടത്തിയ പരീക്ഷണമാണ് ഇനി പറയുന്നത്. കാക്കകളെ ആക്രമിച്ചാൽ അവ കൂട്ടത്തോടെ വന്ന് നമ്മെ ആക്രമിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നുണ്ടാവും. എന്നാൽ സംഭവം സത്യം തന്നെയാണ്. കാക്കകൾക്ക് ഒരാളെ കൃത്യമായി ഓർത്തു വെക്കാൻ കഴിയും. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിലെ ഏതാനും ചില റിസർച്ചേഴ്സാണ് ഇത് കണ്ടെത്തിയത്. ഇത് കൺഫേം ആക്കാൻ വേണ്ടി അവർ 2 പേരെ മാസ്ക് അണിയിച്ച് നിർത്തി. ഒരാൾക്ക് കാക്കകൾ ഇതുവരെ കാണാത്ത മുഖവും മറ്റൊരാൾക്ക് കാക്കകളെ ആക്രമിച്ച ആളുകളുടെ മുഖംമൂടിയുമാണ് ധരിപ്പിച്ചത്. കാക്കകളാവട്ടെ കറക്റ്റ് തങ്ങളെ ആക്രമിച്ച ആളെ തന്നെ വന്ന് ആക്രമിക്കുവാൻ തുടങ്ങി. ഈ ഒരു സംഭവം 5 വർഷത്തിന് ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അന്നും ഇതേ മുഖംമൂടി തന്നെയാണ് ധരിപ്പിച്ചത്. അപ്പോഴും കാക്കകൾ ഇത് തന്നെ ആവർത്തിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാക്കബുദ്ധി എന്ന് പറയുന്നത് ചില്ലറ ബുദ്ധിയല്ല എന്ന്. നമ്പർ 2 കാർ റേസിംഗ്. എലികളെ കാർ ഓടിക്കാൻ പഠിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? എലികളെ വെച്ച് പല മരുന്നുകളും പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരീക്ഷണം ഇതുവരെയും നടന്നിട്ടുണ്ടാവില്ല. റിച്ച്മോണ്ട് വിർജീനിയയിലെ സയൻറ്റിസ്റ്റുകളാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. ഏകദേശം 17 എലികളാണ് ഈ പരീക്ഷണത്തിൽ പങ്കെടുത്തതും. അവരാവട്ടെ കൂളായി കാർ ഓടിക്കുകയും ചെയ്തു. നമ്പർ 1 അണ്ടർ കവർ ഏജന്റ്. മൃഗങ്ങളുടെ ജീവിത രീതി മനസ്സിലാക്കാൻ അവരെ പോലെ ജീവിച്ച് പരീക്ഷണം നടത്തിയ സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. തോമസ് തൈവാറ്റ്സ് എന്ന വ്യക്തിയായിരുന്നു ഈ മിഷൻ ചെയ്തത്. ആടുകളെ പോലെയായിരുന്നു ഇദ്ദേഹം വേഷമണിഞ്ഞത്. അവയെപ്പോലെ നടന്നും പുല്ലുകൾ ഭക്ഷിച്ചും ഒരുപാട് ദിവസം ഇദ്ദേഹം റിസർച്ച് ചെയ്തു. ആദ്യം ഇതുപോലെ നടക്കാൻ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. എന്തായാലും നിരന്തരമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം ശരിക്കും ആടുകളുടെ ജീവിത രീതി മനസ്സിലാക്കി. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ചെയ്ത വളരെ വിചിത്രമായ ചില പരീക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.